ഇന്ന് നമ്മളിവിടെ വെക്കാൻ പോകുന്ന ഒരു ഇടിച്ചക്ക തോരനാണ്. അത് ചെറിയ അരി മുറ്റാത്ത ഒരു ചക്കയാണ് വേണ്ടുന്നത്. അത് അരിഞ്ഞു വെച്ചേക്കുവാണ്. ഇതിനാവശ്യമായ തേങ്ങ, അരമുറി, കരിവേപ്പില, കാന്താരി, വെളുത്തുള്ളി, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ ഇത് ഇഡ്ഡലി പാത്രത്തിലാണ് വെക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് അടിയിലത്തെ തട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് അരിഞ്ഞു വെച്ച ചക്ക ഞാൻ ഇടുകയാണ്. മഞ്ഞൾപ്പൊടിയാണ്, അര സ്പൂണാണ്. ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ഉപ്പിടുവാണ്. അത് വേവാൻ വേണ്ടി ഇതിനകത്തോട്ട് കരിവേപ്പിലയും ഇടുവാണ്. അരിഞ്ഞു വെച്ച ചക്ക നമ്മൾ അടപ്പത്തോട്ട് വെച്ച് അരമണിക്കൂർ അതിലിരുന്ന് ആവി കയറുമ്പം അത് വേവും. വെന്തോന്ന് നോക്കുകയാണ്. ഇത് വെന്ത് ഇനി ഇത് ഓഫാക്കുവാണ്. ചീനിച്ചട്ടി ചൂടായി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കടുക് ഇടുവാണ് ചൂടാകുമ്പോൾ. അതിനകത്തോട്ട് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇടുവാണ്. വറ്റൽമുളക് ഇടുവാണ്. കരിവേപ്പില അതൊന്ന് ചുമന്ന് വരുമ്പം ചുമന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കരിവേപ്പില ഇതെല്ലാം കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് ചതച്ചത് അതിനകത്തോട്ട് തട്ടിയിട്ട് ഇളക്കുക. ഇത് ഇളക്കി ഇത് ഏകദേശമൊക്കെ റെഡിയായി വെന്തിരിക്കുവാണ്. സാധാരണ നമ്മൾ ആവി തന്നെ അത് വെന്തിരിക്കുവാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഈ അരപ്പും ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അതൊന്ന് ഇളക്കി കൂട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. കുറച്ച് നേരം ഇളക്കണം, കാരണം ആ അരപ്പെല്ലാം അതിനകത്ത് പിടിക്കാനാണ്. ചക്ക ആവി വേവിച്ചത് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. നല്ല കളറൊക്കെ ഉണ്ട്. അതിനകത്ത് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്, ഉപ്പ്. നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക.